മേടി ഓടുന്നില്ലേ? ആ പതുക്കെ പതുക്കെ കാല് കാല് തന്നെ പറയുന്നത്. മിച്ചറും കടലയും വേണമായിരുന്നു. വരുമ്പോ കൊണ്ടുവരണം. ഒരു വീട്ടിൽ കയറി വരുമ്പോ അങ്ങനെ കൈ വീശി കളയുന്നത്. ഗസ്റ്റ് വരുമ്പോ വീട്ടിൽ മേടിച്ചു വെക്കണത് വീട്ടുകാരുടെ മര്യാദ. നിങ്ങളെ ഗസ്റ്റ് അടിയാ കൂട്ടിട്ടില്ല. കാരണം വീട്ടിൽ ഒരു മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യൻ വീട്ടിലോട്ട് വരുമ്പോ കൈയും വീശി അല്ല വീട്ടിൽ ചായയും പലഹാരം കൊടുക്കുന്നത് വീട്ടുകാരുടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് നീ ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോ നിന്നെയാണോ അവിടുത്തെ കഴിക്കാൻ പോകുന്നത്? ഏതായാലും നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോ കഴിക്കുമ്പോ പോവാം. നമ്മളൊരു വീട്ടിൽ ചെല്ലും. എത്ര നേരം പോകുന്നു? ഒരു പെണ്ണ് കാണാൻ വരുമോ? പെണ്ണ് കല്യാണം വയ്ക്കാൻ വരുമോ? ഇപ്പൊ എന്താ പറഞ്ഞേ? ചുമ്മാ കയറി വരുമോ? ബന്ധുക്കാർ കയറി വരുമോ? നീ ഫാമിലി വരുമോ? വീട്ടുകാരെ വരികയല്ലേ ചായയും പലഹാരം കൊടുക്കുന്നത്. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ ഭാഗത്ത് മാത്രം തെറ്റുള്ളൂ. കുറച്ചുകൂടെ നമുക്ക് ചോദിക്കാൻ പറ്റാത്തോ? അതല്ലോ ആപ്പിള് കിട്ടിയില്ലേ? ഡാഡി ആപ്പിള് കഥ ഇങ്ങോട്ട് അടച്ചിട്ടാ ഞാൻ കൊണ്ട് പോയി. നാളെ ഇപ്പം എറണാകുളം പോവാണ്. നാളെ എക്സാം ഇല്ല. എക്സാം നാളെ വീട്ടുകാരെ കണ്ടാലും ഇതൊന്നും എവിടെ വരാത്ത സാധനമാണ്. ചാറ്റിപ്പിക്ക് എടുക്കാൻ ചോദിക്കുന്നു എന്താ ജനറലായിട്ട് പറയാൻ പറ്റിയ എന്നാ വളരെ നീ എന്തേലും പറ. അതെന്തായാലും ഇവൻ ഇഷ്ടപ്പെടില്ല. അപ്പൊ ഇവനെന്തേലും പറഞ്ഞു. റീച്ചാവുന്നൊരു വഴിയുണ്ട്. സ്പെഷ്യൽ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആക്കി ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക. ആയിക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ നാവപ്പുഴം പള്ളി പോയിട്ട് മാലയും നോക്കി ക്രിസ്ത്യാനി അത്ര സീനാണ്. നിനക്ക് നിന്റെ കമ്മ്യൂണിസ്റ്റ് നമ്മളിപ്പോ നമ്മുടെ പ്രസിഡന്റ് ഇങ്ങനെ വലിയ നാമ്പടം പള്ളി അപ്പുറത്ത് കടയിൽ കയറി 40 മാല കഴിക്കുക, അച്ഛനെ വെക്കാൻ ഉറക്കപ്പാട് കേൾക്കത്തില്ല. അത് കേൾക്കണ്ട, അവിടെ വലിയ ഈ വണ്ടി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഏത് വണ്ടി? അത് കാണാം. അതുകൊണ്ട് ഇതാണോ അവനെ ക്ലാരിറ്റി പോകാം. ഇല്ല, എന്നിട്ട് ഈ ഭാഗം മാത്രം നീ ഇല്ല, ഈ സൈഡ് മാത്രം നീ ഇത് ചെയ്യണം. ഇതിന്റെ മേളിലോട്ട് വെച്ചിട്ടില്ല, ഡബിൾ എക്സ്പോസ് ചെയ്തില്ല, എന്നിട്ട് തൂത്ത് കാണാം. എന്നാലും ക്ലാരിറ്റി ഇല്ല, അത് ആ ഒരു ഭാഗം വശം മാത്രമേ പോകുന്നുള്ളൂ. ഇത് ഐഫോണിൽ എടുത്ത ഫോട്ടോ 12 MB. എടാ എന്നാ പിക്സാർട്ട് ഇടി, പിക്സാർട്ട് ഇടി ഒന്നും പോകത്തില്ല. ഇത് വഴിട്ടെടുത്തല്ല അരി, വഴിട്ടെടുത്തല്ല. എന്നിട്ട് ഇത്ര ഹൈറ്റ് തോന്നിയിട്ടുണ്ടോ? മണ്ണിന്റെ അടുത്താ, അല്ല മറ്റേ സാധനം അല്ല. ഇതാണ്ടോ എന്തൊക്കെ പ്ലാൻ കല്യാണം പോവാം. മുടി വെട്ടി 3 ദിവസം മുമ്പ് മുടി കെട്ടി മീശ അടിക്കുന്നത്. പണിക്ക് പോയില്ലേ? പണിക്ക് പോയിട്ട് നാളെ പണിയുണ്ട്, പക്ഷെ 500-1000 കിട്ടിയാൽ നാളത്തെ പണിക്കോ? നാളെ 500. ഫസ്റ്റ് ദിവസത്തെ പ്രോജക്റ്റ് അല്ലേ? ഫസ്റ്റ് ഇവന്മാർ പോയി കണ്ടുപിടിക്കല്ലേ? ഞാൻ പറഞ്ഞാ വരണ്ടെന്ന്. നീ എന്തിനാ വരുന്നേ? ഇല്ല, അടി ഇവന്മാര് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പറഞ്ഞൊക്കെ വെച്ചിട്ട് വരും.
എന്നിട്ട് നീ പോയി നാളെ എന്തായാലും പോയിട്ട് ഒന്ന് പണിയോടെ ഒന്നും നോക്കാം. നീ നാളെ പോ, പണിക്ക് പോകും. പണിയില്ലേ ഇപ്പൊ? ഇപ്പൊ പണിയില്ലേ? പണിയുണ്ട് പറ്റുന്ന പണി. അതിന് നീ അത് പിടിച്ചു പോണ. ഇനിയിപ്പോ എങ്ങനെ പറയുന്നത്? വൈകിട്ട് കുടിക്കും. അപ്പൊ ഞാൻ പറയാം ഞാൻ ഇന്നലെ രാവിലെ വരുന്നത് അപ്പഴേ മെസ്സേജ് തന്നെ. അതിന് ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞ് ഇത്രയും നാളെ എറണാകുളം പോവായിരുന്നു. ചിലപ്പം നാളെ അല്ലെങ്കിൽ നാളെ അവിടെ പോയില്ല. ചേട്ടായി വീട്ടിട്ട് പണി പോയി. നിങ്ങൾ വിട്ടു അല്ല അവരുടെ അവിടെ ഇരുന്ന് പണിയെ കൊണ്ട് കിട്ടിയായിരുന്നു. പണി നാളെ ഉള്ളു പണി കൊടുക്കും. നാളെ പണി കാണത്തില്ല. നാളെ അതുകൊണ്ട് കിട്ടിയിട്ട് എനിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോകാം. വീട്ടിട്ടല്ലേ പണി, വേറെ ആരും വിളിക്കുന്നു. വിളിച്ചിട്ട് പറ. പൈസ വേണ്ട. ഇത് പോയാൽ എന്റെ അതിനും പൈസ പോകത്തില്ല. പോട്ടെ. നമുക്ക് പെട്ടെന്ന് നീ നിങ്ങൾ പോകുമ്പോ മറ്റേ കണക്ട് എടാ മറ്റേ ഓഫീസേക്കാം. മനസ്സിലായല്ലോ? സീലോട്ട് കണക്ട് ചെയ്യുന്നു. കണക്ടർ കയറി കടന്നു പോയി പെട്ടെന്ന് പെട്ടെന്ന് വിളിക്കണം. മറ്റേ മൈക്ക് മേടിക്കാം നമുക്ക്, സൗണ്ട് ഇല്ലെങ്കിൽ പോലും കാണാം. പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോ അല്ലേ എനിക്ക് കണ്ടന്റ് കണ്ടുപിടിക്കുക. കണ്ടന്റ് ഒന്നും ഇല്ല, അതാണ് നമ്മള് കണ്ടന്റ് ഇല്ല. അങ്ങനെ റീച്ച് ആവത്തില്ല. നീ ഈയിടെ വീഡിയോ ഉണ്ടോ? ഞങ്ങളുടെ വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു 10-20 സാധനം ഉണ്ട് കണ്ടന്റ്. അത് കാര്യമില്ല, റീച്ചാണ്. റീച്ചാണുള്ള സാധനം ഉണ്ട്, പക്ഷെ ആരും കാണുന്നുണ്ട്. അതെ, ഇതൊന്ന് കണ്ടു തുടങ്ങി കഴിയുമ്പോ ഇല്ല. ഇത് ഫസ്റ്റത്തെ വീഡിയോ ആയി റീച്ചായി. ചിലപ്പോ ആൾക്കാർ പിന്നെ ഇത് കൊള്ളാം രാത്രി അടുത്ത് നോക്കും. അത് കണക്ട് രണ്ടാമത് നോക്കും. അങ്ങനെ അങ്ങനെ പോകും. നമ്മളെ ചുമ്മാ ഒരു മടുപ്പാണ് നമ്മള് കാണും. ബാക്കി നമുക്ക് കാണാൻ ഇങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ പഴമുണ്ട്. നീ നമ്മുടെ വീഡിയോ എടുത്ത് കണ്ടുപോയി. നീ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് എപ്പോഴേക്കും. നീ കൊള്ളത്തില്ല. നമ്മളിപ്പോ നമ്മൾ ഈ ചിലപ്പോ ചില സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. ചില വീഡിയോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അതിന്റെ വ്യൂസും അതിന്റെ ലൈക്കും നോക്കി അത് ഇഷ്ടപ്പെടാൻ ആൾക്കാരുണ്ട്. മനസ്സിലായോ? നമ്മളിപ്പോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് ഇഷ്ടപ്പെടാൻ ഒരു ചെറിയൊരു കാറ്റഗറി. കുറ്റം പറയാനെങ്കിലും നീ അരമണിക്കൂറിന്റെ വീഡിയോ നമ്മളെ ഏതെങ്കിലും വീഡിയോ നമ്മൾ കാണുന്നത് നീ ഒന്ന് കാണുക. നമ്മളെ വീഡിയോ കാണാൻ വേണ്ടി പിന്നെ കാരണം മെസ്സേജ് ഞാനും ഇട്ട വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് എന്ത് സാധനം ഉണ്ടെന്നറിയോ? ഒരു ക്രിയേറ്റർ സാധനം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവനകത്ത് ഒരു 10-20 സാധനം മനുഷ്യൻ ബാക്കിയുള്ള ട്രോളാണുള്ള സാധനം അതിനകത്ത് മനസ്സിലായോ? നമുക്ക് മടിയില്ലാത്ത നമ്മള് പറയും ഒമ്മാരുടെ വീഡിയോ ഒമ്മാരെ ചിന്തിക്കണം. അപ്പൊ സീരിയൽ ഓഡിയൻസ് ആയിട്ടൊരു കണക്ഷൻ വേണം. അതെ, എന്നാണെന്നറിയോ? സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു സാധനം എടുക്കണം. സബ്സ്ക്രൈബ് അല്ല, ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ആർക്കെങ്കിലും ഷെയർ ചെയ്തിരിക്കട്ടെ. ഞാൻ പറഞ്ഞേ, നമ്മളിപ്പോ ഈ ക്യാമറയുടെ ഫിയർ വാങ്ങുന്നത് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും? അഭിനയിക്കുക എന്തുകൊണ്ട് പറ്റും? ഇപ്പൊ നമ്മള് 3 പേര് ചുരുങ്ങുമല്ലേ ഇവര് വഴി. ഇപ്പൊ നമ്മള് ഫിയർ അങ്ങ് മാറിയില്ല. നമ്മളിപ്പോ 3 പേര് എന്നൊക്കെ പറയും അഭിനയിക്കാനാണെന്ന് പറ്റും. പിന്നെ അങ്ങനെ എല്ലാരും നമ്മളെ സെറ്റ് നമ്മളെ 3 ബാറും 2 ബസ്സും ഇതൊക്കെ മേടിക്കണ്ടേ? ഷോപ്പ് മേടിക്കണം. അതല്ല കോൺട്രാക്ടർ പണി കൊടുക്കാം. സെറ്റപ്പ് ചെയ്യാം. അപ്പാപ്പനെ പറഞ്ഞിട്ട് വെറുതെ കടാ നമ്മളെ പറഞ്ഞ എവിടെയോ ഇരിക്കുക. നമ്മളെ മരിച്ചപ്പോ പൈലൊക്കെ മേടിച്ച് അടിച്ചോണ്ടിരിക്കുക. ഇതാർക്കും നമ്മൾ അയച്ചു കൊടുക്കില്ലോട്ടോ. ഈ ചാനൽ ആർക്കും അയച്ചു കൊടുക്കില്ലോട്ടോ. ഇവര് നമ്മളെ കണ്ടുവരാം. ഇപ്പൊ നിങ്ങളുടെ നേരുണ്ട്, എനിക്ക് നേരുണ്ട്. അതാന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അത് അവരെന്നാണെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. നമ്മള് ലോകമായിട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. പക്ഷെ വിധി മറ്റൊന്നാണെങ്കിൽ അങ്ങനെ ആക്കി ഇപ്പം നമ്മൾ നീ കെട്ടാൻ പോകുന്ന ചിലപ്പോ അവരായിരിക്കും, പറയാൻ പറ്റത്തില്ലേ? നീ അതോ അവരല്ലെങ്കിൽ അവരായിരിക്കും. അവൻ പതിനാട് പോയി ചിന്തിക്കുന്നത്. അതാ ഓർത്തിങ് നമുക്ക് അവരെ തന്നെ മൈൻഡ്. പക്ഷെ
എന്തെങ്കിലും സാഹചര്യം കൊണ്ട് എന്തെങ്കിലും മാറിയാ നമ്മളെ നിൽക്കുന്ന പോലെ അല്ലേ, നമ്മള് സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നില്ലേ, രണ്ടും തിങ്കിയാണ്. മനസ്സിലായോ? ഇന്നടിയായിരുന്നല്ലോ. അല്ല അല്ല രണ്ടുപേർക്ക് നല്ല വിഷമമുണ്ടല്ലേ? തുടങ്ങിട്ടാരാ രണ്ടുപേർക്ക് നല്ല വിഷമമുണ്ട്. നിനക്ക് നല്ല വിഷമമുണ്ടല്ലേ കുറേശ്ശെ. പിന്നെ മനസ്സിലായോ, അതും കുറച്ച് ഫീലിങ്സ് ഒക്കെ ഉണ്ട്. അത് ശരിയാ. ഒന്ന് കോട്ടയം പോയിട്ട് ഇത് ഒന്ന് കോട്ടയം പറ്റി പോയിട്ട് ഒരു 50 എടാ രൂപ. ഭയങ്കര ഇപ്പൊ 3 ആയില്ലേ? ഓക്കെ ആയില്ലേ? ഇത് ഞാൻ കട്ടിയേക്കള്ള. സുഹൃത്തുക്കളെ ഞങ്ങൾ പേര് റിവീൽ ചെയ്യുന്നില്ല, സോറി. അന്ന് എന്തായാലും കാണാൻ വഴി. അത് ശരി, ഇതൊക്കെ ആര് കാണാനല്ലേ? എങ്ങനെ കാണുന്നു? ആര് കാണാനാ? നമ്മളെ പിന്നെ വേറെ അതിൽ കാണത്തില്ലെന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് നമ്മൾ എന്തും യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര വലിയ കണ്ടത്. അതിനകത്ത് ഈ ചെറിയൊരു സാധനം ആര് തപ്പി പിടിക്കാൻ ആർക്കെങ്കിലും സജഷൻ വരും. ചാനല് വേണ്ട, ഇപ്പൊ കണ്ടിട്ടില്ലല്ലേ? നീ കണ്ടിട്ടില്ലേ? അത് മാറ്റാം. ഞാൻ പഠിക്കുന്ന വീഡിയോ ഇടാൻ വേണ്ടി തുടങ്ങിയ ഒരു ചാനലായിരുന്നു, സ്റ്റഡി വിത്ത് തോമ്പ്രാൻ. എന്താണ് സ്റ്റഡി സ്റ്റഡി കാണുന്നത്. അതിലെ സ്റ്റഡി ഇല്ലാത്തോണ്ട് അതെ നടക്കുന്ന ആകുമ്പോഴല്ലേ അതാ പറയാ. അടുത്ത് ഇനി ഇത് ആരെങ്കിലും കാണുമോ? ആർക്കെങ്കിലും സജഷൻ വരുമോ? ഫേസ്ബുക്ക് ആണെങ്കിൽ ഉറപ്പാ, കാരണം മ്യൂച്വൽ ബന്ധങ്ങളൊക്കെ വെച്ച് വരും, അല്ലെ അടുത്ത ലൊക്കാലിറ്റി വരും. പക്ഷെ ഇതങ്ങനല്ല. ഞാൻ പറയട്ടെ, നമ്മുടെ അടുത്ത് ആരുടെയും വീഡിയോ ഇടണം. ഫേസ്ബുക്ക് ഇടണം. കാരണം അറിയോ, നല്ല കണ്ടന്റ് വരുമ്പോഴാണ്. ഫേസ്ബുക്കിൽ ഇടാല്ലേ ഇത്രയും വീഡിയോ, 1 മണിക്കൂറിന്റെ വീഡിയോ ഇടാൻ പറ്റുമോ? പറ്റുമായിരിക്കല്ലോ. സിനിമയ്ക്ക് പോകും, സിനിമ കാണാം. ഹാഷ്ടാഗ് ഇട്ടാ ചിലപ്പോ ആർക്കെങ്കിലും സജഷൻ ഒക്കെ വരും. അല്ല, ഫേസ്ബുക്കിൽ ഇട്ടാൽ നമ്മളൊരു കണ്ടന്റ് ആലോചിച്ച് വെക്കണം. നമ്മളത് സംസാരിക്കണം. ഇവിടെ അതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചുകൊണ്ട് ആർഗ്യുമെന്റ് ആയിട്ട് അതൊക്കെ പറഞ്ഞു എന്നാലും ഇപ്പൊ തന്നെ കണ്ടല്ലേ അല്ല കണ്ട നമ്മ ഒരു കണ്ടത് സ്റ്റിക്ക് ചെയ്യുന്നില്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ക്യാഷ് നോക്കാൻ മനസ്സിലാണ് എന്നെ അതിനെ കുറിച്ച്. നമ്മൾ ഒരു വീഡിയോക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നത്. നല്ല രസമാണ്. ഇനി ഇടയ്ക്ക് കണ്ടു പോകും, വീഡിയോ കണ്ടു പോകും, നല്ല രസമാണ്. ആദ്യമുണ്ടല്ലോ നമ്മളെ കുറിച്ച് ഇപ്പം ഒന്നും അറിയാത്ത ഒരാള് കാണുവാന്ന് വെച്ചു ഈ സാധനം, അവന് നല്ല പേരായിരിക്കും, പൊളിയായിരിക്കും കണ്ടോണ്ടിരിക്കാൻ. ബിഗ് ബോസ് സീനായിരിക്കും ഞാൻ കണ്ടോണ്ടിരിക്കാൻ. കാരണം ഇപ്പൊ മറ്റുള്ളവരെ പറ്റി അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ളൊരുത്തനാണെങ്കിൽ അവിടെ കണ്ടോണ്ടിരിക്കും. അതായത് വായ തന്നെ വീഴുന്നേന്ന് ഓർത്ത് ഇപ്പൊ റിയൽ ആയിട്ട് ആൾക്കാർ സംസാരിക്കുന്നില്ല, മനസ്സിലായോ? നീ പേര് വഴി എടുത്തോ, എല്ലാം പോളിസ്റ്റ് സാധനം. അതെ, എല്ലാരും പ്രാണിക്കായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളങ്ങനല്ലോ, തെറി വന്ന തെറി പറയും, ആണല്ലോ പറയാം. അതുകൊണ്ട് ഒരു ഒതന്റിക് നമ്മൾ എഡിറ്റ് പോലും ചെയ്യുന്നില്ല, കട്ട് പോലും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മടിയായിട്ട് അറിയത്തില്ല. അറിയത്തില്ല, മടിയാത്. മടി ഇതൊക്കെ എന്തിരിക്കും? നമ്മള് തെറ്റായിട്ടുള്ളൊന്നും പറഞ്ഞില്ലല്ലോ, കാര്യമായിട്ട് പറഞ്ഞു. കമ്പനിയിൽ വേണോ? നമുക്ക് കമ്പനിയിൽ വേണ്ടേ? കമ്പനിയിൽ വേണം. കമ്പനിയില് ചെയ്താ നമ്മൾ അതിന് വേണ്ടി ഇത് ചെയ്താൽ ചെയ്ത് എന്ത് കമ്പനിയിൽ ഇട്ടാക്കാം. ഇതിനൊരു കമ്പനി ഇട്ടാക്കാം. ഇതിനൊരു കമ്പനി അല്ലേ? ഈ വീഡിയോക്ക് എന്തായാലും കമ്പനി ഈ ഇവിടെ എന്തായാലും കമ്പനി ഉണ്ടാവും. കമ്പനിയിൽ വേണം. നമുക്ക് ഈ ആൾക്കാരെ കൊണ്ടുവന്നാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഓരോരുത്തരെ പിടിച്ച് കിട്ടിയിട്ട് ഇന്റർവ്യൂ അതെങ്ങനെയുണ്ട്? അതിനുണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ ഇന്റർവ്യൂ അല്ല, അവരെ കുറിച്ച് ചോദിച്ച് ഒരു അഭിപ്രായം എന്തെങ്കിലും എന്നെ ഇവിടുത്തെ ഓരോ പിള്ളേരെ ചൂണ്ടേക്കനെ പിടിക്കാം. അതൊക്കെ നമ്മള് കഴിവുള്ള സപ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് ഈ വീഡിയോ കാണുന്നില്ലെങ്കിൽ ദിനേഷ് സോറി, ഒരു പാട്ട് പാടുന്ന ആരുണ്ടെങ്കിൽ പാട്ട് പഠിക്കാം. ഞാൻ വീട് പോയിട്ട് വന്നു. പാട്ട് പാടുന്നത് എനിക്ക് ഇങ്ങനെ പാട്ടായിരുന്നു എനിക്ക് ഇഷ്ടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? ചുമ്മാ ഈ ആൾക്കാർ ഈ പോഡ്കാസ്റ്റിനകത്തൊക്കെ ഇന്ന് പാട്ട് പാടത്തില്ലേ? പോഡ്കാസ്റ്റിനകത്തൊക്കെ ആൾക്കാർ പാട്ട് പാടുമല്ലോ. പോഡ്കാസ്റ്റ് വലിയ വീഡിയോക്കകത്തൊക്കെ ആൾക്കാർ പാട്ട് പാടത്തില്ലേ? ഓഡിയൻസ് പാട്ട് പാടാൻ പറയുമ്പോ ചുമ്മാ എനിക്കറിയില്ലേ ഇഷ്ടമാണോ?
എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ നല്ല ചെസ് ബോർഡില്ല, നമ്മൾ ചെസ് കളിക്കുന്നത്. ഞാൻ എന്റെ സന്തോഷം കിട്ടും. കാശ് കൊണ്ടുവരാൻ കഴിച്ച് വരയ്ക്കാൻ തോന്നും. ഇത്ര ഒരു ഇതില്ലാത്തൊരു ഒരു രസം എന്റർടൈൻമെന്റ് നമുക്കിങ്ങനെ ആലോചിച്ചു. അതൊക്കെ ക്യാരക്ടർ കുഴപ്പമില്ല. കാണില്ലേ കൊണ്ട് ക്യാരംസ്? അവർ കൊണ്ടിറങ്ങിയല്ലേ വേരോട് വെച്ചാൽ മതി. ഒരു തട്ടിയിട്ട് ഒരു കാര്യം പറയാം. അടുത്ത അല്ല, അത് കളിക്കുമ്പോഴത്തേക്ക് കുറെ കളിയാക്കും എല്ലാത്തിനും വേണ്ടി കണ്ടല്ലേ അല്ലേ? മാച്ച് ഡേ 1 ഇത് പറഞ്ഞ യൂട്യൂബിലൊക്കെ ഫേമസ് ആയ ക്യാരം ബോർഡ് മേടിക്കായിരുന്നു. ക്യാരം ബോർഡോ കാറൊന്നും മേടിക്കാൻ ഒത്തിരി പഴയതാണ്. എത്ര 8ാം ക്ലാസ് 7ാം ക്ലാസ് കിട്ടാം. അല്ലെ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിനാണോ? 8ാം ക്ലാസ് വെച്ചാണോ? 8ആയിരിക്കോ 7ആണോ? അത്രയും പഴക്കമുള്ളല്ലോ. അതൊക്കെ പെട്ടെന്ന് പോകും. ഈ ചില്ലി തന്നെ പഠിക്കാം. അടി പെട്ടെന്ന് പോകും. ചന്ദ്രൻ വന്ന ഒറ്റ തട്ട വീഡിയോ എടുക്കാം. അടുത്ത പത്രത്തിൽ സുഹൃത്തിന്റെ വീട്ടിൽ വീഡിയോ എടുക്കാൻ വന്ന യുവാക്കളെ വളർത്താനെ കഴിച്ചു കടിക്കാൻ ഉറപ്പുണ്ടായിട്ട് ഞാൻ അയച്ചു. എത്രയല്ലോ സമയം തെറ്റാൻ തോന്നി. ഇച്ചിരി എട്ടേമുക്കാലായോ? 47 40 ഷൂ ഒന്നും മേടിക്കണം. എന്നാലും മറ്റേ മാളൊക്കെ ഉണ്ടല്ലേ 5 മണിക്ക് എത്ര നാളെ സ്കൂളിലെ പ്രോജക്റ്റ് സ്കൂളല്ലേ കോളേജ് കോളേജിലെ പ്രോജക്റ്റ് കിട്ടിട്ട് കൊച്ചിലേക്ക് സ്വന്തം. പിന്നെ അവിടെ അത്ര നേരം വിഷം നിൽക്കായിരുന്നു. ഞാൻ ഭയങ്കര ചോറ് കഴിക്കുന്നത് പൈസ വേണ്ട എല്ലാവരും വീട്ടിൽ ഉമ്മാക്ക് തിരക്കിലട്ടെ നീ ഇവിടെ ഞങ്ങൾ പോയിട്ട് എനിക്ക് കഴിക്കും. ഞാൻ കഴിക്കാൻ പക്ഷെ എടുക്കുന്നുണ്ട്. ഞാനും എടുക്കുന്നുണ്ട്. പിന്നെ നീ വൈകുന്നേരം കഴിക്കാൻ വൈകുന്നേരം വേണ്ട, ഉച്ചയ്ക്ക് കഴിച്ചാൽ മതി. ഇപ്പൊ വരാനാ പോയിട്ട് 7 മണിക്ക് പോകണം. ലാസ്റ്റ് വർഷം പഴയതേക്ക് ദൈവം കയറുന്ന വർഷം 6:30 ചിക്കനുള്ളായിരുന്നു. 6 മണിക്ക് കർണാടകത്തിൽ നിന്ന് 6 മണിക്ക് ഓർക്കുന്നില്ല. ഞാനെല്ലാം അവിടെ ഫുഡിന് എന്താണ് നാളെ അവിയും ഉറപ്പാ. ഭയങ്കര ഇല്ല എല്ലാ റേഞ്ചിലും ഉണ്ട്. അവൻ മിൽക്ക് കഴിച്ചാണ് ചോറുണ്ടായാലും ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി എല്ലാ റേഞ്ചും ഉണ്ട്. ഒരു 6 മാസം മുമ്പാണ് നമുക്ക് പൈസ കൊണ്ട് കടയുണ്ടായിരുന്നു. നീ കഴിക്കണ്ടായി വിശയുടെ കടയായിരുന്നു. ആ കൂട്ടി അതിനെ അത് ലോങ് സ്റ്റോറി. പുള്ളി ആശുപത്രി ഇറങ്ങിയ വിഷയുടെ ചാനലിൽ പേര് ചോദിച്ചായിരുന്നു. അപ്പൊ ഞാൻ ഫേമസ് ആകാൻ പറയുന്നത് അപ്പൊ ഞാൻ അയച്ചു കൊടുത്തില്ല. ഇത് ഒരാൾ ഈ ചാനൽ കണ്ടു കഴിഞ്ഞാൽ അയാൾ ശരി, നമ്മളല്ലാതെ ഇപ്പൊ നമ്മള് വേറെ യാതൊരു കാണത്തുള്ളൂ. ശരി, നമ്മളല്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വരെ കണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. കഴിഞ്ഞ ഒരു ഒരു കമന്റ് ഇടാം. ഞാൻ നോക്കി നോ കമന്റ്. നമ്മളതിനൊരു പ്രത്യേക സിമ്പിൾ പറഞ്ഞായിരുന്നു. കമന്റ് ചെയ്യണം. ലോയൽ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തേ. എല്ലാരും ഷെയർ ചെയ്യും. നമ്മളെ കണ്ടാൽ നമ്മളോട് ഷെയർ ചെയ്യും നോക്കാൻ വേണ്ടി. ഒരിടങ്ങ് കാണാനെങ്കിൽ തന്നെ അല്ലേ? ഒരിടങ്ങ് കാണാനെങ്കിൽ തന്നെ അല്ലേ? ഒന്ന് സെറ്റപ്പ് ആയിട്ട് അടുത്ത ചാനൽ പറയാം. കണ്ടനാണ് സന്നാദിനെ കുറിച്ച് സംസാരിക്കും. ഇപ്പം
നീ ചാറ്റ് ചുമ്മാ ഗൂഗിൾ എടുത്താ നിന്റെ ഫോണിൽ എടുത്തേ ആരെങ്കിലും ഫോണിൽ ചാറ്റ് ജിപിറ്റി ഉള്ള എനിക്ക് ചാറ്റ് ജിപിറ്റി വേണം. ചാറ്റ് ജിപിറ്റി റാൻഡം പേര് മാറ്റി റാൻഡം കൊണ്ടായി പേര് മാറ്റിയുണ്ടായിരുന്നു. ഞാനല്ലേ റാൻഡം കൊണ്ടയുടെ എപ്പിസോഡ് 3 ആണത്. കഴിഞ്ഞ വീടിക്കകത്ത് മൊത്തം കൊളയാണ് നാട്ടുകാർക്ക്. ഹലോ നാട്ടുകാരും കാണുന്നില്ലല്ലോ. ഈ മനുഷ്യനെ കാണാൻ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്കൊരു കണ്ടന്റ് ചെയ്യാൻ നോക്കാൻ പറ്റും. നീ കണ്ടന്റ് വേണം. എന്തിനെ കുറിച്ച് പറയണം? എന്തിനെ കുറിച്ച് പറയുന്നത്? പറയാൻ പറ്റിയൊരു കാര്യമല്ലേ? അത് പറഞ്ഞു. എന്റെ ബെൽറ്റോ നാളെ സുഖമാണ് ഇടുന്നത്. നമ്മളെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്ത് സമയം നോക്കുന്നുണ്ടോ? സ്റ്റാർട്ട് ചെയ്ത സമയം ഇല്ല, ഒരു 20 മിനിറ്റ് ആയിക്കോ. 15 അരമണിക്കൂർ കൂടുതലായി. അരമണിക്കൂർ കൂടുതലായിട്ടില്ല. എന്തിനാ അതിന്റെ പുറകെ പോയി നോക്കിയാൽ പോരെ? ആരും പോയി വീഡിയോ കൊടുത്താലോ? 8 ഞാൻ ഈ അന്വേഷണം ഉണ്ടാവും. ഉം. 8:37 ആയപ്പോഴാണ് നമ്മള് തുടങ്ങിയത്. തുടങ്ങിയത്. ഒരു 10 മിനിറ്റ് 8:37 8:37 അല്ല, ഞാൻ തുടങ്ങി. 8:8 കഴിഞ്ഞു തുടങ്ങിയത്. ആ വീഡിയോ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിനേക്കല്ലേ പറയാൻ ഇഷ്ടം പോലെ ഉള്ളത് സിനിമയെ കുറിച്ച് പറയാനാണ്. സിനിമ റിവ്യൂ ചെയ്യാം നമുക്ക്. സിനിമ എന്തായാലും പറയാം. ഒരുപാട് ചാനൽ ആ സാധനം തരുന്നോ? പോസിറ്റോ ആര് പടി കിട്ടോ? തിരിച്ച് ഇത്ര വൃത്തിയോടാണോ വന്നോണ്ടി പോയോ? കൊച്ചുമീൻ കടിച്ചു വെച്ചോലെ ഞാൻ മുഖംമാറ്റം വരുന്നില്ലല്ലോ. ക്ഷീണിച്ചല്ലേ? അവൻ ഞാനോട് ചോദിച്ചു, നീ എന്നെ നീ മദ്യത്തിൽ നിന്ന് അവതാരം ചോദിച്ചു. വരുമ്പോഴേ അവൻ മെസ്സേജ് കണ്ടില്ല, പള്ളിയിലായിരുന്നു. അവൻ പള്ളി ഇറങ്ങി ഉടനെ നോക്കിയാണ് നീ വീടോട്ട് വന്നാൽ ഞാൻ കൊണ്ടാണ് ഞാൻ അപ്പൊ തെറ്റുപടിയായിരുന്നു. പ്രൂഫ് ഉണ്ട്. നീ എന്നാ പ്രൂഫ് ഉണ്ടെന്ന് പറയുമ്പോ നീ എന്നാ വിചാരിക്കും? എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മളോട് കൂടെ നിന്നാൽ മതി. എല്ലാത്തിനും കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കുക. സപ്പോർട്ടായിട്ട് കൂടെ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുക. ഒന്നും എക്സ്പെക്ട് ചെയ്ത് ഞാൻ നിൽക്കാറില്ല. ആവശ്യത്തിന് മാത്രമല്ല, എല്ലാത്തിനും. എന്നിട്ട് നീ ഒരേ പിന്നെ മെൽവിന്റെ പ്രൂഫ് ഉണ്ടെന്ന് പറയുന്ന കാര്യമല്ലേ? അവൻ നിന്നെ കൊണ്ടുവന്ന് പറഞ്ഞോണ്ടായിരുന്നല്ലേ നീ? അല്ല, അതിന്റെ എക്സ്പെക്ടേഷൻ അല്ലേ? അത് എക്സ്പെക്ടേഷൻ അല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, നീ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങളിപ്പോ നിന്നോട് നിന്നോട് പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നീ വിളിച്ചപ്പോ കൊണ്ട് വന്നത്. അതുപോലെ തന്നെ ഞാനിപ്പോ അവനോട് കാര്യം ചോദിച്ചു, അവൻ നോ പറഞ്ഞില്ല. അവന്റെ ഇപ്പൊ നിന്നെ വിളിക്കുക, നിനക്ക് എന്ത് ബർത്ത്ഡേ എന്തൊരു എക്സ്ക്യൂസ് ആയാലും എന്തിനു കള്ളം പറയാലും വരാൻ ചുമ്മാ കള്ളം പറയാലും. പക്ഷെ അവനെ പറഞ്ഞില്ലല്ലോ.
അവൻ പള്ളിയിൽ ഉണ്ടായിരുന്നിട്ടും അവൻ അതിപ്പോ അവൻ കള്ളം പറയുവാണെങ്കിൽ എങ്ങനെ അറിയില്ല. അവൻ കള്ളം പറയുവാണോ ശരി സത്യമാണോ പറയുന്നത് ഒരാൾ ഉൾക്കടിക്കുമ്പോ തന്നെ ഉറപ്പായിട്ട് മനസ്സിലാവും ഉൾക്കടിയാണ്. അതെനിക്ക് ഇന്നലെ മനസ്സിലായി. അത് പറയുന്നില്ല ഉൾക്കടിയുടെ മനസ്സിലായോ, അത് അറിയാൻ പറ്റും. അത് അവന് വേണേ പറയാം ഞായറാഴ്ച അവൻ പള്ളിയിൽ, എനിക്ക് പള്ളിയിൽ, ഞാൻ പള്ളിയിൽ ഇവർ ഇറങ്ങിയപ്പോ എന്നെ വിളിച്ച് 10 മണിയായിരുന്നു. ഞാൻ പറഞ്ഞില്ല അവിടെ ഞാൻ ബസ്സിൽ ഇറങ്ങി പോകുന്നത്. അവന് പറയാലോ നീ നോക്കും, അവനെന്ന് പറയാനോ നീ പറ്റത്തില്ല അവനെന്താ ആവശ്യം എന്നെ വിടാൻ വേണ്ടി. പക്ഷെ അവന്റെ സമയം വരികയിൽ അവൻ എന്നെ വിടാൻ പറ്റില്ല. ഇപ്പൊ നീ ആണെങ്കിലും ഇപ്പൊ എവിടെയെങ്കിലും പോകാനാണെങ്കിലും നിനക്ക് ഇപ്പൊ എക്സാം ഉണ്ടായാലും നിങ്ങൾ വരത്തില്ല. നിങ്ങൾ പറയാം എക്സാം പഠിക്കണം തോറ്റു നീ നോക്കിയില്ലല്ലോ, നീ ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ വന്നില്ലേ ഏതാ വന്നില്ലേ എന്റെ ദൈവമേ ഇവരെന്നെ കൊണ്ട് വന്നില്ലേ എവിടാന്ന് പറഞ്ഞില്ലല്ലോ വന്നില്ലേ. ഞാൻ അന്ന് എക്സാം ഇല്ലായിരുന്നു. എന്റെ പഠനത്തിനെ കുറിച്ച് നിങ്ങളൊന്നും ഈ വീഡിയോ പറയരുത്, എനിക്ക് അത്രേ പറയാം. കാരണം ഞാനൊരു ചരടയിലാണ് എല്ലാ കാര്യങ്ങളും ഓടിക്കുന്നത്. പക്ഷെ എല്ലാത്തിനും കൂടെ കാണും. അതാണ് എല്ലാത്തിനും കൂടെ കാണുമെന്നുള്ളൊരു അത് തന്നെ. ചിലപ്പോ അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത കാണുക ശരിയാ എനിക്ക് പറയാൻ മനസ്സിലാവും. ചിലപ്പോ അവനത് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, അതായിരിക്കും അവൻ പറയുന്നത് എടാ അതാ അപ്പൊ അവൻ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞെങ്കിലോ ഇപ്പൊ നീ അത് അപ്പൊ നമുക്ക് മനസ്സിലാക്കി നമ്മൾ എന്ത് അവന്റെ സിറ്റുവേഷൻ കൊണ്ടാണ്. അതായത് അവനത് പറഞ്ഞില്ലെന്ന് വിചാരിക്കും, അവൻ സിറ്റുവേഷൻ പറഞ്ഞില്ല. വേറൊരു കാര്യം പറഞ്ഞു, മറ്റേ കാര്യം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് വേറൊരു കാര്യം പറഞ്ഞു. അപ്പൊ നീ പറയും, അപ്പൊ നീ വിചാരിക്കില്ല, നീ പാടടിക്കത്തില്ല. മനസ്സിലായോ? എടുത്തോ എടുത്തോ പോഡ്കാസ്റ്റിലോ നീ ഉണക്കി വെച്ചേക്കോ. ആൾക്കാരെ ആൾക്കാരെ ജഡ്ജിയില്ലേ, അതല്ല ആൾക്കാരെ തിരിച്ചതല്ല, ആൾക്കാരെ സഹായിക്കുന്നത് അതൊന്നുമല്ല ഫ്രണ്ട്ഷിപ്പ്. കൊണ്ട ഇവന്മാര് നല്ല പോലെ. അയ്യോ ശങ്കർ കുഴപ്പമില്ല ശങ്കർ അങ്ങോട്ടൊക്കെ ഒക്കെ ഒക്കെ നമ്മുടെ ചാനലിലേക്ക് വേറെ പോയി നല്ല കാര്യം. അതിന്റെ സ്വന്തം മകനെ മുട്ട വേണ്ടി കൊടുക്കാത്ത സത്യമുള്ളോ എടാ ഡാഡി ശങ്കരൻ പറഞ്ഞപ്പോ ഡാഡിക്ക് ഒരു ഭയങ്കര ട്രാൻസിഷൻ. ഡാഡി നേരത്തെ വെച്ച് ഇന്ത്യ സ്നേഹം പറ്റിയ സ്നേഹം അതിന്റെ കാര്യങ്ങൾ നടക്കുക, അതിനെ കൊണ്ട് നടക്കുക, ഇത് കഴിപ്പിക്കുക, ക്ലീൻ. അല്ലെ നീ പറഞ്ഞ് ഓരോ കാര്യം സഹായിക്കുന്നു ഇതൊന്നും ഇല്ല. എനിക്ക് പറഞ്ഞു ക്വാളിറ്റി ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ ചുമ്മാ ഒരു ഡയലോഗ് പോലെ പറഞ്ഞില്ല പറഞ്ഞില്ല. ഈ ഫ്രണ്ട്ഷിപ്പ് തീരും. ഈ ലിമിറ്റേഷൻ ഇല്ലാതൊന്നും ലിമിറ്റേഷൻ അല്ലല്ലോ, ഇത് ലിമിറ്റേഷൻ ഉള്ള ഈ സാധനമല്ല. ഇത് എപ്പോ വേണം പോവാം, അവനവന്റെ തിരക്കാൻ മതി ഈ സാധനം എല്ലാം പോവാം. ഇതിപ്പോ ഞാനൊരു ഇത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അവന് ഇപ്പൊ മനസ്സിൽ വന്നപ്പോ ഇപ്പൊ ആ ഷോ ഉണ്ടപ്പോ മനസ്സിൽ വന്ന് അപ്പൊ അവന്റെ ഒരു ഇത് അവനോട് അവന് അത് പറഞ്ഞു അപ്പൊ അറിയാതെ ഡയലോഗ് പോലെ ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് ആൾക്കാരെ സഹായിക്കുന്നു ജയിക്കും, സഹായിക്കുന്ന ഓരോ കാര്യം ചെയ്യുന്നു നമ്മള്. ഇതൊന്നും അവര് നമ്മളോട് സ്നേഹം ഉണ്ടായിട്ടൊന്നും ചെയ്യുന്നതല്ല, ആകണവും ഇല്ലെന്നാ പറയാം. ഇപ്പൊ നമ്മളൊരാള് നമ്മളോട് റോഡി ഒരാൾ നിൽക്കുക, നമ്മൾ ചോദിച്ചു നീ കഴിച്ചോ, നമ്മളിങ്ങനെ സംസാരിച്ച് ചോദിച്ചു പുള്ളി കഴിച്ചില്ല, അപ്പൊ നമ്മൾ മേടിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് അവരോട് സ്നേഹം ഉണ്ടായിട്ടാണ് അല്ല. ഇപ്പൊ ഒരാളെ വഴി നിൽക്കുക, ഇന്നൊരു പ്രശ്നം നിൽക്കുക, ഒരു ബൈക്ക് എന്താണ് പോയി നിൽക്കുക, നമ്മളെ ഉന്തിക്കൊണ്ട് പോയി സഹായിക്കാനല്ലോ. നിനക്ക് നിന്റേതായിട്ടുള്ള ഇത് ഞാൻ എന്റെ കാഴ്ചപ്പാടല്ല പറഞ്ഞു അല്ല, ഇതെന്റെ കാഴ്ചപ്പാട് നല്ല നീ പറഞ്ഞ ഇത് ഹ്യൂമൻ നേച്ചറാ. നീ ഇപ്പൊ ഒരാളെ റോഡിൽ നിൽക്കുക, റോഡിൽ ഒരാളെ പെട്രോൾ തീർന്ന് നിൽക്കുക, ഭയങ്കര വെയിറ്റുള്ള വണ്ടിയാ, നിനക്ക് നീ പുള്ളിയോട് തള്ളിക്കൊണ്ട് നടത്തില്ലേ? നീ എന്നെ പുള്ളിയോട് വല്ല ആത്മബന്ധം ഉണ്ടായിട്ടാണോ? നീ എന്നെ പുള്ളിയോട് ട്രൂ ഫ്രണ്ട് ആയിട്ടാണോ നീ പറഞ്ഞത്? ട്രൂ ഫ്രണ്ട് അല്ല, അവന്റെ മനസ്സിലെഴുതില്ലേ?
അതെന്താണെന്നറിയോ ഞാൻ പറഞ്ഞത് ഇത് കോമൺ നേച്ചറാണ് മറ്റുള്ളവരെ സഹായിക്കാന്നുള്ളത്. കോമൺ നേച്ചർ. ഈ ഒരു കോമൺ എന്റെ കോമൺ ഫ്രണ്ടാന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ അവന്റെ ഫ്രണ്ടാ വേണ്ടി ട്രൂ ഫ്രണ്ട് എന്ന ഒരു വാക്ക് വന്ന്, അല്ലാതെ ഞാനിപ്പോ പറയാൻ പറ്റുമോ? ഇപ്പൊ എന്നെ എന്നുള്ളത് ഇത് പറയാൻ പറ്റത്തില്ല. വേറൊരു കാര്യം ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ആൾക്കാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അവന്റെ പരിചയമുണ്ട്, എനിക്ക് അവനെ പരിചയമുണ്ട്. അവനോട് ഞാൻ സഹായം ചോദിച്ചു, പരിചയമുള്ള സഹായം ചോദിച്ചു. അപ്പൊ അവന് എന്നെ സഹായിക്കാൻ പുറത്തുനിന്നുള്ള വ്യക്തിയല്ലേ, എന്റെ കൂടെ ഉള്ള ഒരുത്തൻ തന്നെ. അപ്പൊ അവന് ട്രൂ ഫ്രണ്ട് ഞാൻ പറഞ്ഞു. അതിപ്പോ മച്ചാൻ നീ കൊള്ളാം എന്ന് നീ പറയാറില്ലേ, മച്ചാൻ നീ സീനാക്കി ഇതിനോട് പറയാറില്ലേ, എന്റെ ഡയലോഗ് നിന്റെ വൈബ് കൊള്ളാം എന്നൊക്കെ പറയാറില്ലേ? പറയാറില്ലേ? അതെന്നാ അതിനെന്താ പറയുന്നത്? അവന്റെ രീതി ഇഷ്ടപ്പെടുന്നല്ലേ? ഒരാൾ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ എന്താ പറയുന്നത്? ഇത് കൊള്ളാം, അത് കൊള്ളാന്ന് പറഞ്ഞ അത് ആര് കൊള്ളാന്ന് പറഞ്ഞാൽ നീ കൊള്ളാന്നൊരു കാര്യം പറഞ്ഞാൽ കൊള്ളാന്ന് പറയാം. എപ്പോഴുള്ള സാധനം അതെന്താ പറയുന്നത്? നിനക്ക് അവന്റെ അത് ഇഷ്ടപ്പെട്ടോണ്ടല്ലേ അവന്റെ. അതിപ്പോ ഞാൻ ഇപ്പൊ ആര് പറഞ്ഞാലും ഇപ്പൊ ആര് പറഞ്ഞാലും ഞാൻ പറയും അതുകൊണ്ടല്ലേ അത് ആര് പറഞ്ഞില്ലല്ലോ. എനിക്കങ്ങനെ ഒരു തോന്നി. അപ്പൊ എന്റെ ഭാര്യ വന്ന് ട്രൂ ഫ്രണ്ട്, അപ്പൊ ഞാനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ടന്റ് ആക്കി നോക്കി ഇത് അത് പിൻവലിക്കുന്നത് ഈ കമന്റ് പിൻവലിക്കുന്നതാണ്. അവന്റെ ഫ്രണ്ടാ ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അതിന്റെ ന്യായീകരണം അത്ര. നിങ്ങൾ പറയാം ട്രൂ ഫ്രണ്ട് തന്നെ. നീ പറ, നിങ്ങൾ പറയാം ട്രൂ ഫ്രണ്ട് പറയാം. കുട്ടിയെ പറട്ടെ ഇപ്പൊ പറഞ്ഞു ചെയ്യാൻ പറയാം. എന്റെ നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ. നീ അതിന് അതല്ലാന്ന് പറയും കേട്ടോ. നിന്റെ എടാ കിട്ടും. നീ പറ, കാര്യം പറ. പറഞ്ഞോ, ഞാൻ പറയാനാവട്ടെ. ഞാൻ കേൾക്കുന്നല്ലേ ഉള്ളൂ, കേട്ടോണ്ടിരുന്നല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ മിണ്ടായിരിക്കല്ലോ. മിന്നിന്റെ ക്വാളിറ്റി വേണം, മിന്നിന്റെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപ്പെന്ന് പറയാൻ പറ. പെട്ടെന്ന് ഒരാളെ ഇങ്ങനെ പറയാൻ പറ്റും. അതിന്റെ ഇൻസിഡന്റ് എന്തെങ്കിലും പറഞ്ഞേ നീ ആദ്യം അത് വിട്. നമുക്കതൊരു ഇൻസിഡന്റ് വേണം, നല്ലൊരു ഇൻസിഡന്റ് വേണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് ഇൻസിഡന്റ് നമുക്ക് തോന്നുന്നു. ഇൻസിഡന്റ് അല്ല എന്നാ പറ. ഇങ്ങനെ ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരാളാണ് സൂപ്പറുണ്ട്. ഇങ്ങനെ നമുക്കൊരു ധാരണയില്ല. ഇപ്പൊ നീ നിന്നോട് ചോദിക്കുക ഒരു ഭാവി വധുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞ നീ പറയൂല്ലോ, നീ പറയത്തില്ല. അത് തന്നെ ഇവരെ നിന്റെ ഒരു ഭാവി ട്രൂഫണ്ട് എന്ന് പറഞ്ഞാൽ നീ എന്നാ പറയുന്നത്? അങ്ങനെ ട്രൂഫ് ഉണ്ടാവും. മീൻസ് എക്സാമ്പിൾ പറ. എക്സാമ്പിൾ അതല്ലേ എക്സാമ്പിള് എന്തുവാ നീ പറയാ എന്തുവാ? ഞാനിത് പറയാൻ പോലെ കൂടെ നിൽക്കണം. നീ നിന്റെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് കാരണം നമ്മളെ അറിഞ്ഞു വെച്ചോണ്ട് നമ്മളത് വിടായിരുന്നു. നീ നിന്റെ ആവശ്യപ്പെടുന്ന ഫ്രണ്ട്ഷിപ്പ് ട്രൂ ഫ്രണ്ട് വേണ്ടേ? ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ഫ്രണ്ട് എന്നല്ല. ഞാൻ പറഞ്ഞു ഒരാളെ സഹായിക്കുന്ന ഇതൊക്കെ ഒരു കോമൺ നേച്ചർ. എന്റെ വ്യക്തിമായിട്ട് ഞാൻ പറഞ്ഞത് ശരിക്കും ഇല്ലേ ഇപ്പൊ ചോദിച്ചേ. എനിക്കത് കഴിഞ്ഞ അവനോട് അവൻ ചെയ്ത് വെച്ച് എന്നോട് അവനെ വിടിയോ അവനെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട് ഇവനാണ് ഇവൻ നീ എന്റെ നിന്റെ കാര്യമല്ല അവരുടെ കാര്യമല്ല. എന്റെ ആവശ്യം നിന്നോട് ചോദിച്ചു ആവശ്യം വരുമ്പോ കൂടെ നിൽക്കുന്നത് അങ്ങനല്ല. അത് മാത്രമല്ല ഞാൻ പറയാം. എനിക്കപ്പോ ട്രൂ ഫ്രണ്ട് പറയാൻ തന്നോണ്ട് ഞാൻ പറഞ്ഞു. നീ പറയാം എന്റെ ട്രൂ ഫ്രണ്ട് എന്റെ ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞു ഞാൻ പൈസ തരുന്നതാണ്. പൈസ നീ അങ്ങനെ അവന്മാരെ കാണും. പിന്നെ നീ പറയണ്ടേ? എനിക്ക് നീ അത് പറഞ്ഞോണ്ട് എനിക്ക് പറയാം. ഞാൻ ഇല്ല നീ പറഞ്ഞോണ്ട് എനിക്ക് സ്വന്തത്തിൽ പദ്ധതി എനിക്ക് കടപ്പാടൊന്നും ഇച്ചിരി ഇഷ്ടമില്ല. പക്ഷെ അങ്ങനെ വെക്കാൻ തോന്നുവാണെങ്കിൽ അത്രയും ഒരു ഇതായിരിക്കും. ആ ഒരു രവി വന്നാലേ നമ്മളങ്ങനെ വെക്കത്തുള്ളൂ. അതെങ്ങനെ വരുന്നത്? ഞാൻ പറയുക എടാ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് നമ്മുടെ കൂടെ നിൽക്കുന്നു. ഞാനും പറഞ്ഞോളൂ നമുക്കൊരു സാധനം കിട്ടിക്കഴിഞ്ഞില്ലേ അതിലെല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റൂ? ഇല്ല, എല്ലാവർക്കും സന്തോഷിക്കാൻ പറ്റത്തില്ല. പക്ഷെ നീ കരയുക, നിന്റെ കൂട്ടത്തിൽ കരയാൻ എല്ലാവർക്കും മിക്ക ആൾക്കാർക്ക് ഒരു തോന്നൽ വരും. മനസ്സിലായോ? പക്ഷെ നിനക്കൊരു സാധനം കിട്ടിക്കഴിയുമ്പോ ഇല്ല, നിനക്കൊരു നേട്ടം നല്ലത് കിട്ടുമ്പോൾ അതി സന്തോഷിക്കുന്നവനായിരിക്കണം നല്ല കണ്ടത്. അതെ, അതെല്ലാരും കിട്ടത്തില്ല. മനസ്സിലായി? അത് മാത്രം മതി. അത് പ്രൂഫ് ഉണ്ടെന്നല്ല, അതൊരു ക്വാളിറ്റി. പിന്നെ നമ്മളെ പിന്നെ സാധാരണ ഒരു മനുഷ്യന്റെ ക്വാളിറ്റി പോലെ ബാക്കി ഒരു സാധാരണ ഒരു നമ്മളല്ല. നമുക്ക് ഒരു മനുഷ്യന് ക്വാളിറ്റി തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ
വലിയൊരു മര്യാദ വേണം. അതെല്ലാത്തിനും വേണം. അതെല്ലാവർക്കും വേണം. അത് കഴിഞ്ഞ് അത് ഫസ്റ്റ് മര്യാദ വേണം. മര്യാദ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ദിവസം ഉണ്ടോ? എനിക്കോ ഇഷ്ടം പോലെ ഇതിന്റെ അച്ചീവ്മെന്റ് കൂടി സന്തോഷം ആരോ എല്ലാരും നിങ്ങൾ എനിക്ക് സാധനങ്ങളോ നിങ്ങൾ സന്തോഷിക്കില്ലേ? കിട്ടണ്ടേ അറിയമാര് കേട്ടോ മറ്റന്മാരെ എക്സാമ്പിൾ പറ. ശങ്കർ ശങ്കർ കിട്ടണ്ടേ? എന്നാലും അയ്യോ അതെനിക്ക് കേട്ടോ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ നീ ഒരു അവസാനം തരണ്ടേ? എന്റെ അച്ഛൻ ഭാസ്കര കൊന്ന് ഈ കുറച്ചേരം ഉണ്ടായിരിക്കും. ശിവാന്റെ സമയം വീഡിയോ എടുക്കോ വീഡിയോ എടുക്കോ കഥ അടച്ചിട്ടോ. എല്ലാവർക്കും പിച്ചോ. ഇത് മറ്റേ യൂട്യൂബിൽ മറ്റേ ഒരു അച്ചീവ്മെന്റ് കൂടെ അച്ഛാ കഥ വീഡിയോ എടുക്കോ കഥ ഇതിന് അച്ഛനില്ലാത്ത വീഡിയോ കാണുന്നത് ചോദിക്കും നിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാൽ എന്നാ പറയും? ഇവ പറയാ അച്ഛനില്ല തന്നെത്താണ് ചോദിച്ചാൽ അത്ര ക്വാളിറ്റിയാണ് ഇതെല്ലാം അത്ര മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു അച്ഛനോടുള്ള റെസ്പെക്ട് മനസ്സിലായി. അവൻ അച്ഛനില്ലാത്തവൻ നാട്ടുകാർ പറയും. മാറി ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തോ. അച്ഛാ കഥ കൂടെ ചായ ഇട്ടേ. അച്ചീവ്മെന്റ് കൂടെ നിൽക്കും. ഇവരൊക്കെ ഓരോന്നും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്യും. സന്തോഷിക്കാൻ പേരും വേണമല്ലേ? സന്തോഷിക്കാനൊന്നും പറ്റില്ലല്ലോ. മൂടുപോയി കൂട്ടുകാരൻ കഴിച്ചു, അനിയത്തിൻ ജനിച്ചു, അച്ഛനും കഴിച്ചു. ശങ്കരൻ അവൻ മാത്രം ജനിക്കുന്നില്ല. ഇല്ല, അവനും പോയി. നീ എന്താ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഗാലറിയിലോട്ട് വരുന്നില്ല. അമ്മ തരാ രാവിലെ എടാ എവിടെ കോട്ടയം ചാൻസ് പാർട്ടിൻ ജോബ് കിട്ടാൻ പറ്റില്ല. എത്ര മണി കൊണ്ട് എത്ര മണിയല്ലോ? 4 to 4 to 12. തിരിച്ചെങ്ങനെ വരുന്നു ഇങ്ങോട്ട്? നിനക്ക് വണ്ടി കിട്ടും? അവന്റെ എടുത്തോ? ഏത് അറിഞ്ഞോ? ഏത് വണ്ടിയാ? പറഞ്ഞോണ്ടോ മറ്റേ അച്ചയൻസ് മറ്റേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച കണ്ട അച്ചയൻസ് എന്ന് പറയുന്നത് ഇതുണ്ട് കടയുണ്ടോ? എനിക്ക് ഇനി 1000 കൂടെ പോലെ പിന്നെ നീ എന്തിനാ പോകുന്നത്? ഫുൾ ടൈം ഇതായിട്ടാണോ ഇത് ഹോട്ടലിൽ സപ്ലയർ ചോദിക്കണം.
വേറെ ഇല്ല, ഞാൻ ഒന്നുമില്ല, നമ്മൾക്ക് ജാഗ്രത ചോദിക്കാൻ ഒന്നുമില്ല. ചോദിച്ചോ, നീ കുറച്ച് ലിസ്റ്റ് ഞാൻ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നാ പൊക്കോ, നേരെ അനശ്ശേരി പോ, കാണുന്ന എല്ലാ കളിയും ഇവിടെ ഉണ്ട്. 4 മണി തൊട്ട് 2 മണി വരെ ഇവിടെ ചായവാരല്ലേ. ഗ്യാസിന്റെ അവിടുത്തെ പെട്രോൾ പമ്പിലുണ്ട് 12 മണി പെട്രോളിന് മണം ഒഴിപ്പിക്കാൻ ഇപ്പൊ കുഴപ്പമില്ല, പാടായിരിക്കും. ഭാവിയിൽ ദോഷം ചെയ്യും. മാസ്ക് വെച്ചാൽ മതി. പിന്നെ വെച്ചാൽ അത് കിടക്കൂടെ കയറിക്കോളാം. പിന്നെ കുറച്ച് തന്നെ പെട്രോൾ പമ്പ് അടിക്കും. നമ്മൾ ഒഴിക്കുന്നത് പെട്രോൾ പമ്പ് അടിക്കും. പെട്രോൾ പമ്പ് ഏതല്ലേ പണി പറ്റും. എടാ അവിടെ നിൽക്കുമ്പോ കുഴപ്പമില്ല, ശീലവും എടാ ഒരു ദിവസം ഇന്ന് കഴിയുമ്പോ തന്നെ നമ്മുടെ ഇല്ലേ, നമ്മൾ നമ്മുടെ മണം അറിയത്തില്ല. നമുക്കത് ഫീൽ ചെയ്തു, അത് ഇല്ലാത്തതായിട്ട് പറയാൻ കഴിയും. ഏറ്റവും അതുകൊണ്ട് പൈസ കണ്ടോ. എത്ര മാസം പോകുന്നുണ്ട് നിങ്ങള്? 20 നേരം പോണം. 2-3 മാസം. 2-3 മാസം പോണോ? അതൊരു കാര്യം ചെയ്യും, അവിടെ പോയിട്ട് ഇതെടുക്കണം, സീസൺ ടിക്കറ്റ്. 1 മാസത്തേക്ക് എവിടെ റെയിൽവേ സ്റ്റേഷനിൽ സീസൺ ടിക്കറ്റ് ഉണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും പോകണ്ട. ഒരു ദിവസം അങ്ങോട്ട് വന്നിട്ട് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ചയും ശനിയും പോകണ്ടേ. ഒരു ദിവസം അങ്ങോട്ട് വന്നിട്ട് എത്രയാ? 55 രൂപ. ഒരു ദിവസം പോകുന്നതിന് 55 രൂപ അങ്ങോട്ട് വൺ സൈഡ്. തിരിച്ചു വരുന്നത് 55, ചിലത് 35, ഇങ്ങോട്ട് 35, അല്ലാതെ 55, 50 കൂട്ടിക്കോ. 50 100 രൂപ തന്നെ ആവും. സീസൺ ടിക്കറ്റ് എത്ര അറിയാം? 150 രൂപ, 138 രൂപ അങ്ങനേ ഉള്ളൂ. 150 രൂപ താഴെ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കിട്ടും. 1 മാസമാണോ അതോ 3 മാസം? 6 മാസം? 6 മാസത്തേക്കാണ് തോന്നുന്നു. എത്ര കൊടുക്കുന്നത്? 155, അല്ല 150, 120 അങ്ങനെയല്ലേ ഉള്ളൂ. അതെടുത്ത് നമ്മുടെ ഫോട്ടോയും വേണം, ആധാറിന്റെ കോപ്പി നിങ്ങളുടെ മൊത്തം വേണം. ആ പോകുമ്പോൾ തന്നെ ചെയ്തിട്ട് നോക്കും, പെട്ടെന്ന് അവർ തരും ചെയ്യും. അതുണ്ടെങ്കിൽ ഇല്ലേ, ഇത് കാണിച്ചാൽ മതി. അത് നിങ്ങൾക്ക് എന്താ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണ്ട, ഇത് കാണിച്ചു പോന്നാൽ മതി. ചോദിക്കാനും പറയാൻ ആരൊന്നും ഇല്ല. ഇപ്പൊ ഇച്ചിരി ഇത് നമ്മള് ജനറലാണ് എടുത്തേ, അതോ ജനറലല്ലേ എടുത്തേ? ആ ജനറലല്ലേ അവിടെ എടുക്കാൻ എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? എത്ര മണിക്കൂർ എടുക്കും? 1.5 മണിക്കൂർ താഴെ ഉള്ളു. 1:20 എങ്ങോട്ട് എറണാകുളം പോലെ. 1 മണിക്കൂർ 20 മിനിറ്റ്. ബസ്സിനാണല്ലോ. ബസ്സിനാണ് ആദ്യം കൂടുതൽ 3 മണിക്കൂർ എങ്കിലും. 3 മണിക്കൂർ. പിന്നെ ട്രാഫിക് പ്ലസ് ട്രാഫിക് ഉണ്ടാകും. ഞാൻ പക്ഷേ പണ്ട് കൊച്ചിയിലോട്ട് പോയപ്പോ 2 മണിക്കൂർ രാത്രി പോയതാണോ? രാത്രിയിലാണോ? ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടല്ലോ 6:30 വണ്ടിക്കാ പോയത്. ഇവിടുന്ന് 6:30 ഇവിടുന്ന് അവിടെ 6:30. ചെന്നപ്പോ കോട്ടയത്ത് നിന്ന് നോക്കിയാ പോരെ. അവിടെ എന്തായാലും ഒരു 9 മണിക്ക് മുന്നേ 9 മണിക്ക് ഇവിടെ എത്ര മണിക്ക് ഇറങ്ങി? ഇവിടുന്ന് 6:30 6 മണിയാകുമ്പോ ചെന്ന് നീ അവിടെ എത്ര മണിയാകുമ്പോ ചെന്നു? 7:15 എവിടെപ്പാന്നറിയോ? 7 മണിക്ക് പോകേണ്ടത് 2 മണിക്കൂറുണ്ടായിരുന്നോ? അത് എത്ര മണിക്ക് പോയി? രാവിലെ അവിടുത്തെ 9 മണിക്ക് മുമ്പ് ചെന്നല്ലേ? ഒരു 10 മണിയൊക്കെ ആകുമ്പോ പാലവട്ടത്തെ പോകണേ. പലരും കാണോ ആദ്യമായിട്ടാ പോകുന്നത്. ടൗൺ ജംഗ്ഷന് കണ്ടാ അറിയാം. ഒരുപാട് ട്രെയിൻ ഉള്ളത് ജംഗ്ഷൻ. ടൗൺ എന്ന് പറയുമ്പോൾ പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ തിരിച്ചെപ്പോഴാ ട്രെയിൻ വല്ലോ അതേ കിട്ടുക. അത് ഇഷ്ടം പോലെ ഉണ്ടോ ട്രെയിനൊക്കെ ഉണ്ട്. എല്ലാം ജനറൽ അത് കേറാൻ നിൽക്കുമ്പോ ഇല്ല. അത് നോക്കണം. എടാ കേറാൻ നിൽക്കുമ്പോ ഇല്ല, നോക്കിയിട്ട് വേണം. റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടല്ലേ ട്രെയിൻ നോക്കും. നേരത്തെ നോക്കിയിട്ട് വേണം ഏത് സ്റ്റേഷനിൽ പോകാൻ തീരുമാനിച്ചു. അല്ലാതെ ചിലപ്പോൾ അവിടെ പോയി ഇന്നിട്ട് ഞാൻ പുറത്തെ എന്റെ ഗുരുനാഥനെ വിളിക്കുമ്പോ ഞാൻ നിങ്ങളൊക്കെ ട്രെയിൻ യാത്രക്കാരല്ലേ? നമ്മളൊക്കെ യാത്രക്കാരല്ല പോയില്ലേ. ഗുരു കോച്ചൊരു പ്ലാറ്റ്ഫോം വരെ പഠിപ്പിച്ചിട്ടുള്ള എന്റെ ഗുരു. ഇപ്പഴേ കൊണ്ടുപോകാന്നുള്ളതല്ല, ഒരാളെ കൊണ്ടുപോകാൻ പഠിപ്പിക്കാന്നുള്ളതാണ്. നീ പോയായില്ലേ? നീ ഇപ്പഴേ കേറണോ? നീ കാറ്റ് നിൽക്കുന്ന സാധനം വരും. ഇങ്ങനെയൊക്കെ കാലിക്ക് വെച്ചാൽ മതി. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല.
വിളിക്കുമ്പോ അത്യാവശ്യം നീ എടുത്ത് പറ. എനിക്ക് ഫോൺ കാണുവാണെങ്കിൽ ഞാൻ ഇപ്പൊ എടുക്കും. അറിയുവാണെങ്കിൽ ഇല്ല എന്റെ കയ്യിരിക്കുവാണെങ്കിലോ കാരണം എനിക്ക് അത്യാവശ്യം ഒന്നും പറയാൻ പറ്റത്തില്ല. എടുത്തിട്ട് പറയാനാണെങ്കിൽ അതെ. VIP സിനിമയില്ലേ, നീ ഉണ്ടാവോ ധനുഷിന്റെ? നീ കണ്ടിട്ടില്ലേ? കേട്ടില്ല ധനുഷിന്റെ VIP? കാണാൻ നല്ല പടം. ധനുഷിന്റെ കൊള്ളാമെന്ന് ഒരു വിപ്ലവം പോണോ? അവനെപ്പോഴും ഓടിക്കാം. ഇപ്പൊ എത്ര മണിയായി? ആടി കളിക്കാൻ പോകണ്ടേ 4 മണിയാണ്. അവൻ അച്ഛൻ കളിക്കുന്നോ? ലൈറ്റൊക്കെ ഓഫാക്കിട്ടുണ്ട്. പിന്നെ ഓണാക്കണ്ടേ? അവിടെ വിജയുന്ന ആളെ കിടക്കുന്നത് റൂമിലാണ് നോക്കുക. അവൻ ലൈറ്റ് കണ്ടേ അമ്മ അവനെ വിളിക്ക്. എന്നാ ശരി, പട്ടി ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. ഒറ്റയ്ക്ക് സംസാരിക്കും. അവനൊക്കെ അച്ചീവ്മെന്റ് കൂടെ അവര് പറഞ്ഞിട്ടറിയോ ഇതിനൊക്കെ അച്ചീവ്മെന്റ് നീയൊക്കെ ഡിപ്ലോമ ചെയ്യുമ്പോ ഞാനെവിടെയാണല്ലോ അച്ചീവ്മെന്റ് ചെയ്താൽ സന്തോഷിക്കും. ഇപ്പൊ ഞാൻ സമയം കൊല്ലല്ലേ. അച്ചീവ്മെന്റ് എന്തേലും ഇപ്പോഴാണ് എക്സാം എന്നിട്ടാണ് അച്ചീവ്മെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നുണ്ടല്ലോ അമ്മ സന്തോഷിക്കും. അതില്ലാതെ എങ്ങനെ സന്തോഷിക്കും? തളർത്തില്ല തളർത്തല്ല, അതിനുവേണ്ടി നീ ശ്രമിക്കണം. ഇല്ലില്ല, ഞാൻ അധികം വിട്ട് എനിക്ക് രക്ഷ പറ്റുക. പട്ടി ഓട്ടെ നിങ്ങൾ നോക്കുമോ? അതെ മൈലക്ക് പറ. ക്യാമറ ചൂടായില്ല. ചൂടാണ് മൈലക്ക് പറ. എനിക്ക് കട്ട് ചെയ്തു. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഞാൻ എന്റെ വ്യൂസിനോട് കുറച്ച് സംസാരിക്കാം. നോക്കൂ. സംഘത്തെ അടിച്ചു പിടിച്ചിരിക്കണം. ബോയ്സ് നമ്മൾ ചങ്ങനെ വിളിച്ചോ? ഓ ഞാൻ വഴി വരാം. കട്ട് ചെയ്തേക്കാം. പിന്നെ അവസാനം പറയാനുള്ള വീഡിയോ ക്വാളിറ്റി ഉണ്ട്. വീഡിയോ ക്വാളിറ്റി ഉണ്ട്. കൊടുത്തു നോക്കാം. എടാ നിന്നെ കാണതിനോ ഇങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞില്ലേ? നീ ഇല്ലില്ല അത്. എടാ മായി ഇത് വീഡിയോ ഓണാ.